ഈ മറിയം റഷീദയും ശശികുമാറും തമ്മിലുള്ള ബന്ധം ഇത് ഒരു കുട്ടിയുടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതല്ല, അതിനപ്പുറം എന്തോ ഉണ്ടെന്നുള്ള സംശയത്തിന്റെ അന്വേഷണങ്ങളാണ് ഈ ബാക്കി വഴിത്തിരിവിലേക്ക് വരുന്നത്. അല്ലാതെ നേരിട്ട് മറിയം റഷീദയും അംബിതാരായണോട്ടൊക്കെ അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ടൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായി ഇതിന്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നതിൽ, അല്ലെങ്കിൽ അത് ചെറിയൊരു കേസാണോ അതോ ഓവർഷയാണോ അല്ലെങ്കിൽ മറിയം റഷീദ അങ്ങനെ ഒതുങ്ങേണ്ട ഒരു കേസിനെ ഈ തരത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുത്തിയതിൽ വലിയ പങ്ക് കേരള പോലീസിനുണ്ട്. IB, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ പത്രക്കാർക്കും IB ആയിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ കേരള പോലീസുമായിട്ടുണ്ട്. പോലീസ് കോൺസ്റ്റബിൾമാർ മുതൽ CA, DYSPമാർ അങ്ങനെ ആ തരത്തിൽ ചെയിനോ ആൾക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ മിക്ക പത്രപ്രവർത്തകരും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ന്യൂസ് ഷെയറിംഗ് എന്ന് നടന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ അതിനകത്ത് അപസർപ്പ കഥകളും കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ട് കൊടുത്തത് ചെറിയൊരു ഡീവിയേഷൻ. ഇത്രയും നമ്മൾ ISROC വിക്ടിം, ക്രയോജനിക് ഇസ് ദ വിക്ടിം, ഗവൺമെന്റ് ഓഫ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇൻഡിവിജ്വൽസ് കൺസേൺ, ദ ഹാർഡ്ഷിപ്പ് ദേ ഹാവ് ഗോൺ ത്രൂ. ഫോർ എക്സാമ്പിൾ, I saw recently Chandrasekhar in Bangalore. He's shattered. Originally a representative of a Russian company, enjoying his life and doing his duty successfully, is shattered, absolutely shattered. Adutha Sarmavo, he is a patient, permanent patient in Manipal Hospital. So psychologically, physically, mentally, financially, ഇവർക്ക് ആര് കോമ്പൻസേറ്റ് ചെയ്യും? At least I am able to speak to you physically. Maybe it's God's grace or എന്റെ ഒരു പേഴ്സണൽ സ്റ്റാമിന. അതുപോലെ തന്നെ ശശി, ആ രണ്ട് പെണ്ണുങ്ങളെ അജിത്തെ ശരി നമുക്ക് പറയാവുന്നതാണ്. കേരളത്തിലെ ഒരു പോലീസ് ഒരു സാധാരണ ഒരു മോഷണ കുറ്റത്തിന് ഗ്രാമത്തിൽ അയാളെ പിടിച്ചാൽ പോലും അയാളുടെ സമൂഹത്തിൽ അയാളുടെ മുഖം നഷ്ടപ്പെടും. ഒരു തേങ്ങാ പിരിച്ചിനായിരിക്കും പോലീസ് പിടിക്കുന്നത്. അതോടുകൂടി അയാളുടെ ജീവിതം തകരും, കുടുംബത്തിൽ പ്രശ്നം, അയാളുടെ ഗ്രാമത്തിന്റെ മുമ്പിൽ കള്ളനാവും. ഇത് ഒരു ചാരക്കേസിലെ പ്രതി, രാജ്യത്തെ ഒറ്റുകൊടുത്തവൻ, രാജ്യത്തെ വിറ്റവൻ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ രമൺ ശ്രീവാസ്തവ, IG രമൺ ശ്രീവാസ്തവ, കേരളത്തിലെ പോലീസിൽ കരുണാകരന്റെ അരുമയായ ഉദ്യോഗസ്ഥൻ, എന്ത് പേരും ഗ്ലാമറുമുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെയൊക്കെ പിടിച്ച് ചാരക്കേസായിട്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തൂക്കി നിർത്തുമ്പോൾ, കേരള പോലീസ് IB-യോട് തൂക്കി നിർത്തുമ്പോൾ അത് തെറ്റാണ് എന്ന് CBI വ്യാഖ്യാനിക്കുമ്പോൾ, അതിനെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ പോട്ടെ, പക്ഷേ ഇതിന് കുറ്റവാളികളായവർ, ഇതിന് ഉത്തരവാദികൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ജഗ പറഞ്ഞാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്തവരാണ് കേരള പോലീസും IB-യുമാണ്. ആ കേരള പോലീസിലും IB-ക്കും എന്തുകൊണ്ട് ഇത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ഇതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ശ്രീ നമ്പിനാരായണൻ പറഞ്ഞതുപോലെ ക്രയോജനിക് ടെക്നോളജി, ആ മൂവ്, ആ ഇനിഷ്യേറ്റീവ് അതിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് എന്തുകൊണ്ട് കണ്ടെത്തുവാൻ നമ്മുടെ പോലീസിലെയും IB-യിലെയും പ്രമുഖന്മാർക്ക് കഴിഞ്ഞില്ല? ഒരു വലിയ ഓർഗനൈസേഷൻ അല്ലേ? അങ്ങനെ അവരുടെ പരാജയം ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത്. അവരെ വിശ്വസിച്ച പത്രക്കാർക്കും പറ്റി. അതുകൊണ്ട് ഇങ്ങനൊരു വലിയ ഓർഗനൈസേഷൻ റീതിങ്ക് നടത്തുകയും റീസ്ട്രക്ചർ ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ മാത്രമല്ല, ഇതിന് ഇത്ര വീഴ്ച ഉണ്ടായതിനു ശേഷം ഒരു പുനരന്വേഷണമോ ആ തരത്തിൽ ഇവരുടെ മിസ്റ്റേക്സ് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഇതുപോലെ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിനോ എന്ത് മെഷേഴ്സ് എടുത്തു? ഇതിനകത്ത് ഉത്തരവാദികളെ ഉദ്യോഗസ്ഥരെ മുഴുക്കുകയും വെറുതെ വിടാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തത്. ഉമ്മൻചാണ്ടി ഈസ് ദ ബെനിഫാക്ടർ ഓഫ് ഓൾ ദീസ് കേസ്. ഈ കേസ് തുറന്നു കഴിയുമ്പോൾ ആന്റണി ഗ്രൂപ്പിൽ AK തന്നെയാണ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ഉമ്മൻചാണ്ടിയും VM സുധീരനും കൂടെ ഇവരെല്ലാം ഇതെല്ലാം ഈ ഇഷ്യൂ മുഴുവൻ കൊണ്ടുവരുന്നത്. അപ്പൊ ദേ ആർ ദ ബെനിഫാക്ടേഴ്സ്, ഇൻഡയറക്ട് ബെനിഫാക്ടേഴ്സ്. അവരെങ്ങനെ ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത്? ഇതൊരു ഉപകാര സ്മരണയാണ്. ഞാൻ ഈ CBIയുടെ ക്ലോഷർ റിപ്പോർട്ടിനകത്ത് CB മാത്യൂസിനെതിരെ നടപടിയെടുക്കണം, പുള്ളിയുടെ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടീസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വിജയൻ ജോഷുവ, ഈ 3 പേർക്കെതിരെ നടപടിയെടുക്കണം എന്ന് CBI കൊടുത്ത റിപ്പോർട്ടിൽ 1997 ഡിസംബർ 12 എല്ലാവരും എഴുതി നടപടി വേണ്ടാന്ന്. പക്ഷേ EK നായനാർ ആസ് ചീഫ് മിനിസ്റ്റർ എഴുതി ലെറ്റ് us വെയിറ്റ് ഫോർ ദ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. അതിന്റെ അർത്ഥം എന്താണ്? ദ ഡിസിഷൻ വി ഹാവ് ടു ടേക്ക് ഷുഡ് ബി ഇൻ ട്യൂൺ വിത്ത് ദ സുപ്രീം കോടതി ഡിസിഷൻ ആണല്ലോ. സുപ്രീം കോടതി ഡിസിഷൻ 1998 ഏപ്രിൽ 29 വരുന്നു. ഈ ഫയൽ പിന്നെ നയനാർ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അടുത്ത് വന്ന സബ്സിക്വന്റ് ചീഫ് മിനിസ്റ്റർ ആരും ഈ ഫയൽ കണ്ടിട്ടില്ല. ഈ ഫയൽ 2010 ഞാൻ ഈ ഫയലിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കോടതി ഈ ഫയൽ ഡിസ്പോസ് ചെയ്യണമെന്നാണ് കൊടുക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം V. സച്ചിദാനന്ദാണ് ചീഫ് മിനിസ്റ്റർ. ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഉമ്മൻചാണ്ടി വരുന്നു, 45 ദിവസത്തിന് ശേഷം നടപടി വേണ്ടാന്ന് വെക്കുന്നു. 43 നടപടി വേണ്ടാന്ന് വെക്കുന്നു. വാട്ട് ഇസ് ദിസ്? നടപടി ഉമ്മൻചാണ്ടിക്ക് എടുക്കാൻ ഒക്കില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് എടുത്ത് ഉമ്മൻചാണ്ടി കൈ പൊള്ളും, മനസ്സ് നോവും. അജിത്ത്,
തീർച്ചയായിട്ടും ഈ ഒരു ക്രൈം കേസിനെ നമ്മൾ കണ്ണു തുറക്കേണ്ടത് അതിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാം, എത്രമാത്രം ഉപയോഗിക്കാം. അന്ന് കെ കരുണാകരനെ രമൺ ശ്രീവാസ്തവയെ നേരത്തെ പറഞ്ഞ പോലെ വാർത്തയുടെ പേരിൽ രമൺ ശ്രീവാസ്തവനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അത് രമൺ ശ്രീവാസ്തവയ്ക്കാണെങ്കിൽ കൊള്ളുന്നത് കരുണാകരനാണ്. ആ കൊള്ളുന്നത് എങ്ങനെ വന്നു എന്നറിയും. ഇവിടെ അന്ന് ചാരക്കേസ് കരുണാകരന്റെ ഇൻവോൾവ്മെന്റിൽ കരുണാകരൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുന്നു. രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് കരുണാകരൻ കാണിച്ച ഒരു വിഡ്ഢിത്തം എന്ന് വേണേൽ പറയാം. ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ രണ്ടുപേരും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ ലേഖകന്മാരാണ്. അന്ന് കരുണാകരനെ ശക്തമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. മാതൃഭൂമിയിലായിരുന്നപ്പോഴും ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോഴും കരുണാകരൻ എന്നാലും എന്നോട് സൗഹൃദം വിട്ടിട്ടില്ല, എന്നോട് വലിയ താല്പര്യം കാണിക്കും. പക്ഷേ എന്നെ ശത്രുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ കരുണാകരനുമായിട്ട് അടുത്തു. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചില സ്റ്റോറികൾ എഴുതാൻ തുടങ്ങി ആദ്യമായിട്ട്. അപ്പൊ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ രമൺ ശ്രീവാസ്തവയെ ഒരാഴ്ചത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കരുണാകരനെ കസേര നഷ്ടപ്പെടുമായിരുന്നില്ല. പക്ഷേ തെറ്റായ ഒരു വിവരത്തിന്റെ പേരിൽ ഒരുപക്ഷെ കരുണാകരൻ അറിയാമായിരുന്നിരിക്കും അത് തെറ്റാണെന്ന്. ആ തെറ്റായ ഒരു വിവരത്തിന്റെ പേരിൽ അദ്ദേഹം ഒരു കടുത്ത നടപടി, ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യുക, ഒരു IG സസ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല ഒരു കേരളത്തിലെ കരുണാകരനെ പോലൊരു മുഖ്യമന്ത്രിക്ക്. അതുമല്ല, അന്ന് ജയറാം പടിക്കലിനെ മൗസൂനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതെ, മാറ്റി നിർത്തിയിട്ടുണ്ട്. അതല്ല, പത്രവാർത്തയുടെ അടിസ്ഥാനപരമായിട്ട് ഒരു IPS ഉദ്യോഗസ്ഥനെ എങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത്? കരുണാകരൻ എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ജസ്റ്റിസ് ശ്രീധരൻ നോ രാജശേഖര, പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലല്ല. മാത്യുവിന്റെ റിപ്പോർട്ടിൽ രമൺ ശ്രീവാസ്തവയുടെ പേരുണ്ട്, IBയുടെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ പ്രധാനം ജേക്കബേ, ഇത് ഇത് നേതൃമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അത് പ്രതിപക്ഷം ഉപയോഗിച്ചു, UDFിലെയും കോൺഗ്രസിലെയും കക്ഷികൾ ഉപയോഗിച്ചു. നമ്മൾ ഈ ചർച്ച വട്ടമേശയുടെ ഈ ചർച്ച അവസാനിക്കുന്ന മുമ്പ് രണ്ട് വാക്ക്, കുറച്ച് വ്യക്തിപരം കൂടി ആയിരിക്കും, പക്ഷേ രാജശേഖരൻ നായരും ഞാനും ഈ ISRO കേസിൽ സഹിച്ചിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും അതേക്കുറിച്ച് ഒരു പരാമർശം നമ്മുടെ ഒരു പരിപാടിയിൽ നടത്തുന്ന ഒരു പരിപാടിയിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന അപമര്യാദയായിരിക്കും എന്നുള്ളത് കൊണ്ട് രണ്ട് വാക്ക് പറയട്ടെ. മറിയ റഷീദയെ ഞാൻ കോടതിയുടെ അനുമതിയോടെ, എറണാകുളം CJM കോടതിയുടെ അനുമതിയോടെ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം എഴുതി തന്നു, പെർമിഷൻ തന്നു. ഞാൻ പോയി കണ്ടു, ഇന്റർവ്യൂ ചെയ്തു. മറിയ റഷീദയുടെ കാലിൽ അപ്പോഴും അടിയേറ്റതിന്റെ പാടുണ്ടായിരുന്നു. നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് വളരെ പ്രയാസം തോന്നി. അവർക്ക് നിൽക്കാൻ പോലും മേല, അത്രയ്ക്ക് പോലീസ് അടിച്ച് അവരെ ശരിയാക്കിയിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, എന്നെ തമ്പിയും വിജയനും കൂടിയാണ് എന്നെ തല്ലിയത്. തല്ലിയെന്ന് പറഞ്ഞാല് ഒരു രാത്രിയും പകലുമൊക്കെ ജനലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ഒരു തുണിയൊന്നും ഉടുപ്പിക്കാതെ. എന്നിട്ട് അവരെ തല്ലുകയാണ് പോലീസ്. അവസാനം വിജയൻ ഒരു കസേര എടുത്തിട്ട് അടിച്ചു. ഇവര് ഇല്ലാത്ത കാര്യം പറയുന്നില്ല. അപ്പോ ആ കാലിന്റെ പാടാണ് എന്നെ കാണിച്ചത്. അത് നമ്മൾ ഇന്ത്യ ടുഡേ ഞാൻ എഴുതി. വിജയനും തമ്പിയും കൂടെ എനിക്കെതിരെയല്ല, ഇന്ത്യ ടുഡേക്കെതിരെ, ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്റർ അരുൺ പുരി, എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ശേഖർ ഗുപ്ത എന്നിവരെ പ്രതിയാക്കിക്കൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് ഞങ്ങളെ ശിക്ഷിക്കാനൊന്നുമല്ല, ഈ മറിയ റഷീദയെയും ഫൗസിയ ഹസനെയും കുറച്ചു കാലം കൂടി ജയിലിടാൻ വേണ്ടി. രാജശേഖരൻ നായർക്കുമെതിരെയും കേസ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ 14 ദിവസം കൂടുമ്പോഴും കോടതിയിൽ ചെല്ലും. ഞങ്ങളുടെ വക്കീലെ ഞാൻ അവരെ ജയിലിൽ പോയി കാണുമ്പോൾ ഇന്റർവ്യൂ എടുത്തതിന്റെ കാരണം അവരുടെ ഓവർസ്റ്റേ കേസ് കള്ളമാണെന്ന് കോടതി വിധിച്ചതിന്റെ അടുത്ത ദിവസം ഞാൻ പോയി കാണുന്നത്. അപ്പൊ അവര് ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരു മുട്ടിന്റെ ഒരു ലംബ് പോലെ. അവരുടെ ഇത് ശ്രീവാസ്തവയുടെ പേര് പറയാൻ വേണ്ടി എന്നെ അടിച്ചതാണ്, എനിക്കറിയില്ലെങ്കിലും വേദന കൊണ്ട് എന്റെ മകളെ റേപ്പ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ട്രീറ്റ് ചെയ്യില്ല, ഇത് ഞാൻ അയാളോട് കാണിച്ച അന്യായത്തിന്റെ ഓർമ്മയാണ്. ആ ബോധമെങ്കിലും ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണം. എന്നിട്ട് കേസ് ഞങ്ങൾ ഓരോ വന്നാൽ എത്രയോ മാസങ്ങൾ നീണ്ടു നിന്നു ആ കഷ്ടപ്പാട്. പക്ഷെ നമ്മളതൊരു ഒരു കഷ്ടപ്പാടും നമ്മൾ കഷ്ടപ്പാടായിട്ട് ഞങ്ങൾ കണക്കാക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും അന്നാണ് കോടതി വെച്ചാണ് ഈ മറിയ റഷീദ് വരും, ഞങ്ങൾ അവർക്ക് ഉച്ചയ്ക്കുള്ള ആഹാരത്തിനുള്ള പൈസ കൊടുക്കും, മരുന്നൊക്കെ വേണം, കയ്യിലൊക്കെ ചൊറിഞ്ഞു പൊട്ടിയൊക്കെ ചെയ്യും ജയിലിൽ കിടന്നിട്ടേ. അപ്പം ഞങ്ങളിങ്ങനെ മരുന്നൊക്കെ രാജശേഖരൻ മിക്കവാറും എല്ലാ തവണയും മരുന്ന് കുടിച്ചുകൊണ്ടിരും, നമ്മൾക്ക് ഇത്ര പൈസ കൊടുക്കും പോകുന്ന വഴിക്ക്. ഇപ്പൊ വലിയ ഒരു പന്ന ഒരു പ്രയോജനം, ഒരു ഗുണമില്ലാത്തൊരു വണ്ടിയല്ല വരുന്നത്. അവരെ പോലീസ് ഒരു ദിവസം 34 രൂപയാണ് ആഹാരത്തിന് പൈസ. അപ്പൊ നമ്മൾ ബാക്കി പൈസ ഇവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള, ഡ്രൈവർക്കും എല്ലാം കഴിക്കാനുള്ള പൈസയും കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു ചരിത്രം കൂടെ ISR നമ്പി നാരായണനും ഓർക്കണം. ഞങ്ങളുടെ ഒരു പങ്ക് ഇതിനകത്തുണ്ട്. വട്ടമേശയുടെ ഈ ചർച്ച അവസാനിക്കുന്നു. താങ്ക് യു നമ്പി നാരായണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 18 വർഷത്തിന് ശേഷം അജിത് കുമാർ, മംഗളത്തിന്റെ CEO ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ, രാജശേഖരൻ നായർ, മാഗ്ന ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന്റെ കേരളത്തിലെ ലേഖകനായിരുന്നു രാജശേഖരൻ നായർ. നന്ദി, നമസ്കാരം.